നമ്മൾ ലെൻസ് ചാപ്റ്ററിന്റെ വീഡിയോസ് ആണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. സ്റ്റേറ്റ് സിലബസിന്റെ ലെൻസ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം പറഞ്ഞു. അപ്പൊ ഇന്ന് ഉദ്ദേശിക്കുന്നത് ലെൻസ് ഇക്വേഷനും സൈൻ കാർട്ടീഷ്യൻ കാര്യങ്ങളൊക്കെ, ന്യൂ സൈൻ കാർട്ടീഷ്യൻ കാര്യങ്ങളൊക്കെ പറയാനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതുമായിട്ട് വരുന്ന പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അപ്പൊ നോക്കാം. അതിനു മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയതല്ല, അത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടെ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം ഒന്ന് മിസ് ചെയ്തു. ഇവിടെ നോക്കാം, ഒരു കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതായത് ഇങ്ങനെ ഇത്രയും ഭാഗം തരുള്ളൂ, ഇവിടെ ഒന്ന് വന്ന് തട്ടുന്നത്. അപ്പൊ ഇത് നോക്ക്, ഇങ്ങനെ പാരലൽ ആയിട്ട് വരുന്ന സമാന്തരമായി വരുന്ന രേഖകള് അപവർത്തനത്തിന് ശേഷം ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നു. അതിന്റെ ആരോസ് തിരിച്ചു പോകുമ്പോൾ ഉള്ള ഈ ആരോസ് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അപ്പൊ ഈ ഒരു ചിത്രം നന്നായിട്ട് പഠിക്കുക. അതേപോലെ ഒരു കോൺകേവ് ആണെങ്കിൽ ഇത് അവിടെ രേഖകൾ വന്നു, അത് പക്ഷെ എന്ത് ചെയ്യില്ല, ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യല്ല ചെയ്യുക. അതിങ്ങനെ വിട്ടുപോവുകയാണ് ചെയ്യുക, പല ഡയറക്ഷനിലേക്ക് വിട്ടുപോവുകയാണ് ചെയ്യുക. പക്ഷേ അത് നമ്മൾ ബാക്കിലേക്ക് നീട്ടി വരച്ചു കഴിഞ്ഞാൽ അതൊരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പോലെ കാണാം, ഒരു പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ തോന്നും. ഇങ്ങനെയാണ് ഇതിന്റെ ചിത്രം ഉണ്ടാവുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മുടെ ലെൻസ് ഫോർമുലയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അതിന് മുന്നേ നമുക്ക് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എങ്ങനെയാണെന്ന് നോക്കണം. നമ്മൾ മുദ്ര നോക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ലെൻസ് ഫോർമുല അറിഞ്ഞിട്ട് അതിന്റെ പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ നമുക്ക് സൈൻ കൺവെൻഷൻ കൃത്യമായി അറിഞ്ഞാൽ മാത്രമാണ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ എങ്ങനെയാണ് സൈൻ കൺവെൻഷൻ നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കോൺവെക്സ് ലെൻസ് ആണ് ഞാൻ എടുക്കുന്നത് എക്സാമ്പിൾ ആയിട്ട്. സോ ഈ ഒരു കോൺവെക്സ് ലെൻസിന്റെ ചിത്രം കുറച്ച് വളവുണ്ടെന്ന് തോന്നുന്നു, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കും. സോ ഒരു കോൺവെക്സ് ലെൻസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സെന്റർ, പ്രിൻസിപ്പൽ ആക്സിസ്, ഇവിടെ ഒരു C1 ഉണ്ടായിരിക്കും, ഇവിടെ ഒരു C2 ഉണ്ടായിരിക്കും. ആൻഡ് അതിന്റെ സെന്ററിലായിട്ട് നമുക്ക് F1, ഇവിടെ F2, ഇതിന് F1 ഇതിന്റെ ഇരട്ടി ആയിട്ടുള്ള ഇതിനെ നമ്മൾ ഈ C1 നമ്മൾ എന്ത് പറയും, 2F1 എന്ന് പറയാറുണ്ട്. അതേപോലെ ഈ C2 നമ്മൾ 2F2 എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ഓരോരുത്തർ വെക്കുമ്പോൾ ഇമേജ് ഒബ്ജക്റ്റ് വെക്കുന്ന വസ്തു വെക്കുന്നതിനനുസരിച്ച് നമുക്ക് പ്രതിബിംബം നമുക്ക് കിട്ടാറുണ്ട് അല്ലേടാ മക്കളെ. അപ്പൊ ഞാനിപ്പോ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, ഞാനൊരു വസ്തുവിനെ നമ്മുടെ ലെൻസിന്റെ മുന്നിൽ വെച്ചു എന്ന് വിചാരിച്ചു. ഒരു വസ്തുവിനെ നമ്മൾ നമ്മുടെ ലെൻസിന്റെ മുന്നിൽ വെച്ചു. അപ്പൊ വസ്തുവിനെ നമ്മൾ ഇങ്ങനെ നിവർത്തിയിട്ടല്ലേ വെക്കുള്ളൂ? അതെ. അപ്പൊ നിവർത്തിയിട്ടാണ് വെക്കുന്നതെങ്കിൽ ഇതിന്റെ താഴത്തു നിന്ന് മുകളിലേക്കാണ് നമ്മൾ അതിന്റെ എന്തളക്കുക, അതിന്റെ ഹൈറ്റ് അളക്കുക. താഴത്തു നിന്നും മുകളിലേക്കാണ് നമ്മൾ അതിന്റെ ഹൈറ്റ് അളക്കുക. താഴത്തു നിന്നും മുകളിലേക്ക് അളക്കുന്നതിന്, താഴത്തു നിന്നും മുകളിലേക്ക് പോകുന്നതെല്ലാം പോസിറ്റീവാണ്. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ് റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് അഥവാ അപവർത്തനം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഇമേജ് തല തിരിഞ്ഞതോ ഉയർന്നതോ നിവർന്നതോ ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മുടെ എവിടെ വെക്കുന്നു എന്നുള്ളതിനെ അപേക്ഷിച്ച്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇമേജ് നമുക്കിപ്പോ തല തിരിഞ്ഞതാണെന്ന് വിചാരിച്ചോ, ഈ പ്രിൻസിപ്പൽ ആക്സിന് താഴത്തേക്കല്ലേ നമ്മൾ മെഷർ ചെയ്യുക, താഴത്തേക്കുള്ളതെല്ലാം നെഗറ്റീവ്. അപ്പൊ മിസ് എന്താ പറഞ്ഞത്, ഈ പ്രിൻസിപ്പൽ ആക്സിന് മുകളിലേക്കുള്ളത്, താഴത്ത് നിന്ന് നമ്മൾ മുകളിലേക്ക് മെഷർ ചെയ്യുന്നതെല്ലാം എന്താ മക്കളെ, പോസിറ്റീവ്. മുകളിലേക്കുള്ളതെല്ലാം പോസിറ്റീവ്. ഈ പ്രിൻസിപ്പൽ ആക്സിന് താഴേക്കാണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ അതെന്തായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്, നെഗറ്റീവായിട്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് എന്താണ്, നമ്മുടെ വസ്തുവിന്റെ ഉയരം അഥവാ നമ്മൾക്ക് കിട്ടുന്ന പ്രതിബിംബത്തിന്റെ ഉയരമാണ്. ഓക്കെ, സോ വസ്തുവിന്റെ ഉയരമായിക്കോട്ടെ പ്രതിബിംബത്തിന്റെ ഉയരമായിക്കോട്ടെ, നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിന് മുകളിലേക്കാണെങ്കിൽ അതെന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. താഴേക്കാണെങ്കിൽ അതെന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. നമ്മുടെ വസ്തുവിന്റെ ഉയരത്തിന് നമ്മൾ HO, ഒബ്ജക്റ്റിന്റെ ഉയരം, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വസ്തുവിന്റെ ഉയരം, അതെപ്പോഴും പോസിറ്റീവ് അല്ലേ വരുള്ളൂ. കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ വസ്തു ഇങ്ങനെ നിവർത്തിയാ വെക്കുന്നത്. അതുകൊണ്ട് HO എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവാണ്. ഇനി HI എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കിട്ടിയ പ്രതിബിംബത്തിന്റെ ഉയരമാണ്. അത് ചിലപ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടാം, ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടാം. എപ്പോഴാണ് പോസിറ്റീവ് കിട്ടുക, മുകളിലേക്ക് നിവർത്തി വെക്കുമ്പോൾ. നിവർത്തിയിട്ടുള്ള ഒരു ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതെന്തായിരിക്കും, പോസിറ്റീവ്. താഴ്ന്നിട്ടുള്ളതാണെങ്കിലോ താഴേക്കാണെങ്കിലോ നമുക്ക് നെഗറ്റീവ് കിട്ടും. ഇനി ഇതിനെ വേറൊരു രീതിയിൽ നോക്കാം. ഇത് സെന്റർ ആണെങ്കിൽ നമ്മൾ ഇതിനെ ഒരു ആക്സിസ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഇങ്ങോട്ടുള്ളതെല്ലാം നമ്മൾ പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇങ്ങോട്ടുള്ളതെല്ലാം നമ്മൾ നെഗറ്റീവ് എക്സ് ആക്സിസ്, y ആക്സിസ്, ഇത് നെഗറ്റീവ് y ആക്സിസ്. ഇവിടത്തേക്കുള്ളതൊക്കെ നമ്മൾ പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇങ്ങോട്ടുള്ളതെല്ലാം നെഗറ്റീവ്. അപ്പൊ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മളൊരു വസ്തുവിനെ വെക്കുമ്പോൾ പ്രിൻസിപ്പൽ ആക്സിസ് മുകളിലേക്കാണെങ്കിൽ പോസിറ്റീവും താഴേക്കാണെങ്കിൽ നെഗറ്റീവും. സെറ്റായി കഴിഞ്ഞാല് നമുക്ക് ഉള്ള വേറൊരു കാര്യമാണ് യുവും വിയും. യു എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോ ഇവിടെ ഒബ്ജക്റ്റ് വെച്ചു,
ഈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്തു, ഈ വസ്തുവിലേക്ക് നമ്മുടെ ഈ ഒരു ലെൻസിൽ നിന്നും ഇങ്ങോട്ടുള്ള ഈ ഒരു ദൂരമില്ലേ മക്കളെ, ഇതിനെയാണ് നമ്മൾ യു എന്ന് പറയുന്നത്, അഥവാ വസ്തുവിലേക്കുള്ള അകലം അഥവാ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു എന്ന് പറയുന്നത്. ഇനി നമുക്ക് അപവർത്തനം കഴിഞ്ഞിട്ട് നമുക്കൊരു ഇമേജ് കിട്ടുവാണ്. ഓക്കെ, സോ ആ ഇമേജ് എവിടെയും കിട്ടിക്കോട്ടെ, ഇവിടെ കിട്ടി അല്ലെങ്കിൽ എവിടെയും കിട്ടിക്കോട്ടെ, ഇവിടെ കിട്ടി എന്ന് വിചാരിച്ചോ. ആ പ്രതിബിംബത്തിലേക്കുള്ള അകലമാണ് നമ്മൾ എന്ത് പറയുന്നത്, വി അഥവാ ഇമേജ് ഡിസ്റ്റൻസ് അഥവാ നമ്മളുടെ പ്രതിബിംബത്തിലേക്കുള്ള അകലം എന്ന് പറയുന്നത്. സോ യു ഞാൻ പറഞ്ഞു, വി. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ലെൻസ് ഇക്വേഷനിലേക്ക് കടക്കാം. സോ എന്താ ലെൻസ് ഇക്വേഷൻ? 1/f is equal to 1/v minus 1/u. സോ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്റ്റിക് സെന്ററിൽ നിന്നും നമ്മുടെ ഫോക്കസിലേക്കുള്ള മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണ് എന്ത്, ഇത് എഫ് എന്ന് പറയുന്നത്. ആൻഡ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിബിംബത്തിലേക്കുള്ള അകലം, നമ്മുടെ ലെൻസിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള അകലമാണ് എന്ത്, വി. ആൻഡ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞത്, നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് അഥവാ വസ്തുവിലേക്കുള്ള അകലം, എവിടെ നിന്ന്, നമ്മുടെ ലെൻസിൽ നിന്നുമുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വേറെ ലൈറ്റിന്റെ ഒരു ഇതിൽ ചെയ്തിട്ടുണ്ട് നമ്മള്. ഓക്കെ, അപ്പൊ അതൊന്ന് പ്ലേലിസ്റ്റിൽ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതൊന്ന് നോക്കാം. ആ ക്വസ്റ്റ്യൻസും വരും. ഇനി ഇതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇപ്പൊ എഴുതിയിരിക്കുന്നത്, നോക്കല്ലേ. ഓക്കെ, നോക്കടാ. ഐഡന്റിഫൈ ദ കറക്റ്റ് റിലേഷൻ. കറക്റ്റ് റിലേഷനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. ശരിയായ സമവാക്യം ഏത്? ഓക്കെ, സോ ഒന്നാമത്തത് 1/f is equal to 1/u plus 1/v and v is equal to uf by u plus f. ഇതിലെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഉണ്ട്. ലെൻസുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്, അപ്പൊ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. സോ 1/f is equal to 1/u plus 1/v and v is equal to uf by u plus f. f is equal to u minus v by uv, u equal to f minus v divided by fv. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഇത് എന്ത് ഇക്വേഷൻ ആണ്? മിറർ ഇക്വേഷൻ ആണ്. 1/f is equal to 1/v plus 1/u എന്ന് പറയുന്നത് മിറർ ഇക്വേഷൻ ആണ്. അപ്പൊ അതല്ല, ലെൻസുമായി ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിനെ എലിമിനേറ്റ് ചെയ്യാം. ഇനി ഇവര് മൂന്നാളും ആണോ എന്നാണ് നമ്മുടെ ഡൗട്ട്. പക്ഷെ അതിന് നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താ മക്കളെ? 1/f is equal to 1/v minus 1/u ആണ്. അപ്പൊ നമ്മൾ തോറ്റ് പിന്മാറാൻ പാടോ? ഇല്ല. ഇതിന് എന്തെങ്കിലുമൊക്കെ റീഅറേഞ്ച് ചെയ്ത് ഇതിലേക്ക് എത്തുമോ എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. f equal to 1/u plus 1/v, അത് മിറർ ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ് നമുക്ക് അറിയാം അല്ലെ. അപ്പൊ അതല്ല, നമ്മളോട് ഞാൻ പറഞ്ഞു ലെൻസുമായി ബന്ധപ്പെട്ടത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി ഈ മൂന്നെണ്ണത്തിൽ ഏതാണെന്നാണ് നോക്കേണ്ടത്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻസ് നമുക്ക് അറിയാമോ? ഇല്ല. നമുക്കറിയാവുന്നത് എന്താണ്? 1/f is equal to 1/v minus 1/u. ഇതാണ് നമുക്കറിയാം. ഇതിനെ ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനാണ് പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്കറിയാം ഇവിടെ നോക്കുമ്പോൾ ഇക്വേഷൻ നോക്കുമ്പോൾ എല്ലാത്തിലും 1/v 1/f അങ്ങനെ ഇല്ലല്ലോ, ഒക്കെ vf u ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. അപ്പൊ ഇവരെ അങ്ങനെ ആക്കി മാറ്റണം. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ v ആണ്. അപ്പൊ ഞാൻ vക്ക് ആയിട്ടൊന്ന് നോക്കി നോക്കട്ടെ എങ്ങനെയും പറ്റുമോ എന്നുള്ളത്. അപ്പൊ ഞാൻ ഈ 1/v മാത്രം ഞാൻ അവിടെ നിർത്താം. 1/v നിർത്തി കഴിഞ്ഞാൽ 1/f ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ മൈനസ് 1/u ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? പ്ലസ് 1/u ആയി. അപ്പൊ ഞാൻ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. അപ്പൊ u into 1 പ്ലസ് 1 into f ഡിവൈഡഡ് ബൈ u into f. ഇതെന്താ? 1/v ആണ്. അതായത് u plus f ഡിവൈഡഡ് ബൈ uf, അതാണ് 1/v. നമുക്ക് ഇവിടെ വിയുടെ ഇതൊന്നും തന്നിട്ടില്ല, 1/v ഒന്നും തന്നിട്ടില്ല, ഒക്കെ v ആണ്. അപ്പൊ ഞാൻ v ആക്കണമെങ്കിൽ ഇതിനെ തലതിരിച്ചിടണം. അതായത് v ഈക്വൽ ടു, അപ്പൊ ഇവനെയും തലതിരിച്ചിടണ്ടേ. അപ്പൊ എന്ത് വരുന്നു? uf by u plus f. ഓക്കെ, ഈ സംഭവം ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇവൻ ഓക്കെ ആണ്. എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇവരും കൂടെ അത് ശരിയാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, കറക്റ്റ് ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊന്നും കൂടെ ഒന്ന് നോക്കി നോക്കാം യുവിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇപ്രാവശ്യം നിർത്തുന്നത് ആരെയാണ്? നമ്മുടെ -1/u നമുക്ക് അവിടെ നിർത്താം. അല്ലെങ്കിൽ മൈനസിനെ കളയാൻ വേണ്ടി നമുക്ക് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. മൈനസിന്റെ സമത്തിന്റെ അപ്പുറത്തേക്ക് വേണ്ടുമ്പോൾ ഇവര് 1/u ആയി. ഇവിടെ ഓൾറെഡി 1/v ഉണ്ട്. ഈ 1/f നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? -1/f ആയി അല്ലെ. അപ്പൊ ഞാൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത f into 1 minus 1 into v divided by vf അല്ലെ. അതായത് f minus v divided by vf, അതായത് 1/u ആ. നമുക്ക് വേണ്ടത് u ആ. തലതിരിച്ചിട്ടോ? ഓക്കെ, അപ്പൊ ഇവനെ തലതിരിച്ചിട്ടേ. അപ്പൊ എന്ത് വന്നു? uf by
എഫ് മൈനസ് വി അങ്ങനെ ഒരെണ്ണം വന്നിട്ടുണ്ടോ? ഇല്ല, യുവിന്റെ ഇത് വന്നിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് മനസ്സിലായി ഇവൻ തന്നെയാണ് കറക്റ്റ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഒന്ന് ചെയ്യാനായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെയും കൂടെ ഒരു മാർഗമുണ്ട് എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിച്ച് വെക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ഫോക്കസ് ദൂരം 22.5 സെന്റിമീറ്റർ ഉള്ള ഒരു 22.5 സെന്റിമീറ്റർ ഉള്ള ഒരു കോൺവെക്സ് ലെൻസ്. എന്ത് ലെൻസ് നോക്കാം? കോൺവെക്സ് ലെൻസ്. അതിൽ 30 സെന്റിമീറ്റർ അകലെ പ്രതിബിംബം ലഭിക്കാൻ വസ്തു എവിടെ വെക്കണം? ഓക്കെ, അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ദ ഒബ്ജക്ട് ബി പ്ലേസ്ഡ്? എന്തിനാ? ടു ഗെറ്റ് എ റിയൽ ഇമേജ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെന്റിമീറ്റർ ഫ്രം എ കോൺവെക്സ് ലെൻസ് ഹാവിംഗ് ഫോക്കൽ ലെങ്ത് 22.5 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഇതിന്റെ സിമിലർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആവശ്യമുള്ളവർ അതിലൊന്ന് പോയി നോക്കണേ. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, ഇപ്പൊ ഇവിടേക്ക് വരാം. അപ്പൊ നമുക്ക് കോൺവെക്സ് ലെൻസ് ആണെന്ന് മനസ്സിലായി. എന്ത് ലെൻസ് മക്കളെ? കോൺവെക്സ് ലെൻസ് ആണെന്ന് മനസ്സിലായി. അതിന്റെ ഫോക്കസ് ലെങ്ത് എഫ് എത്രയാണ് തന്നിരിക്കുന്നത്? 22.5 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നമുക്ക് ലെൻസിൽ 30 സെന്റിമീറ്റർ അകലെ പ്രതിബിംബം കിട്ടാൻ അപ്പൊ യു ആണോ വി ആണോ തന്നിരിക്കുന്നത്? പ്രതിബിംബമാണെങ്കിൽ വി ആണ് അല്ലെ. സോ വി ഈസ് ഈക്വൽ ടു എത്രയാണ്? 30 സെന്റിമീറ്റർ അകലെ. റിയൽ ഇമേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള ഇമേജ്. സോ യഥാർത്ഥ ഇമേജ് കോൺവെക്സ് ലെൻസിൽ നമുക്ക് കിട്ടുന്നത് എല്ലാം ഈ ഒരു സൈഡിലാണ് കിട്ടുന്നത്. സോറി അത് മിററിലാണല്ലോ. നമുക്ക് കിട്ടുന്നത് എല്ലാവരും എവിടെയാണ്? ഓപ്പോസിറ്റ് ഈ സൈഡിലാണ് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള പ്രതിബിംബങ്ങളെല്ലാം കോൺവെക്സ് ലെൻസിൽ കിട്ടുന്നത് അല്ലേ. അപ്പോ നമ്മുടെ വിയുടെ സൈന് മൈനസ് ആണോ പ്ലസ് ആണോ? മൈനസ് അല്ല, അത് പ്ലസ് തന്നെയാണ്. ആൻഡ് ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ സൈൻ കൺവെൻഷന്റെ ഒരു കാര്യം കൂടെ ഞാൻ ആ ലൈറ്റ് ചാപ്റ്ററിന്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വേറൊരു ഇതിൽ. അപ്പൊ അത് ഒന്ന് നോക്കണേ. ഓക്കെ, സോ 30 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വസ്തുവിലേക്കുള്ള അകലമാണ്. കാരണം ഇവിടെ ചോദിച്ചു എത്ര ദൂരം അകലെ. നമ്മുടെ കയ്യിൽ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ആ ലെൻസിൽ നമുക്ക് 30 സെന്റിമീറ്റർ അകലെ പ്രതിബിംബം കിട്ടി. പ്രതിബിംബം കിട്ടണമെങ്കിൽ ആര് വേണം? വസ്തു വേണ്ടേ? ആ വസ്തു എവിടെ വെക്കണ്ടേ എന്നാ ക്വസ്റ്റ്യൻ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമുക്ക് ആകെ അറിയാവുന്ന എന്താ മക്കളെ? നമുക്ക് ലെൻസ് ഫോർമുലയല്ലേ അറിയൂ. അപ്പൊ നമ്മൾ അത് എഴുതണം. എന്താണ് നമ്മുടെ ഇക്വേഷൻ? 1/v f is equal to 1/v minus 1/u. ഞാൻ ഇടയ്ക്ക് തെറ്റിച്ചൊക്കെ പറയും, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എഫ് തന്നിട്ടുണ്ട്, വി തന്നിട്ടുണ്ട്, യു തന്നിട്ടില്ല. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? യു ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ യു കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ യുവിനെ 1/u ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ 1/u മൈനസ് 1/u സമത്തിന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോ പ്ലസ് 1/u ആയി. ഇസ് ഈക്വൽ ടു 1/u ഓൾറെഡി ഉണ്ട്. ഈ 1/f അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? അവൻ 1/f ആയി, മൈനസ് 1/f ആയി. ഓക്കെ, ഇങ്ങനെ ചെയ്തു നോക്കാം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1/v എത്രയാടാ? 30 മൈനസ് എഫ് എത്രയാടാ? 22.5. 1/u is equal to 1/v minus 1/f ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ മക്കളെ. അപ്പൊ നമ്മള് 1/30 മൈനസ് 1/22.5. ഇങ്ങനെ ഡെസിമൽസ് വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യാറുണ്ട് അല്ലെ, എപ്പോഴും എങ്ങനെ ചെയ്യാന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് 1/30 മൈനസ് ഇവിടെ ഒരു സ്ഥാനം കഴിഞ്ഞിട്ടല്ലേ ഡെസിമല്. അപ്പൊ നമുക്ക് അവിടെ ഒരു സീറോനെ കൊണ്ട് നമ്മുടെ ന്യൂമറേറ്ററിൽ അംശത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ചെയ്യാം. ഓക്കെ, സോ 10 എന്ന് വന്നു. ഇപ്പൊ ഇവിടെ 22.52 എന്നാണെങ്കിൽ നമ്മൾ 100 കൊണ്ട് വേണമായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ താഴെ ആയതുകൊണ്ട് ഡെസിമൽ താഴെ, ദശാംശം താഴെ ആയതുകൊണ്ട് മുകളിലാണ് ചെയ്തത്. സോ 10/125 നമ്മൾക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. സോ 1 × 225 225 മൈനസ് 10 × 30 ഹരിക്കണം, താഴെ ഉള്ളത് ഗുണിക്കുക. 30 × 225. അപ്പൊ 225 മൈനസ് 300 ഡിവൈഡഡ് ബൈ ഇവരെല്ലാം ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6750 കിട്ടും. അപ്പോ 300 നിന്നും 225 പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? 75 ആണ്. വലിയതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. ഇവിടെ ആരാ വലുത്? 300. 300ന്റെ സൈൻ എന്താ? മൈനസ്. അപ്പൊ മൈനസ് 75 ആണ് അവിടെ വരിക. ഓക്കെ, ബൈ 6750. എടാ ഇത് 1/u ആ, നമുക്ക് വേണ്ടത് യു അല്ലേ. അപ്പൊ നമ്മൾ തലതിരിച്ചിട്ടു. അപ്പൊ ഇവനെയും തലതിരിച്ചിട്ടു. 6750 ഡിവൈഡ് ബൈ 75 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 സെന്റിമീറ്റർ ഉണ്ട്. സോ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.